ഞങ്ങൾ എവിടെയും നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി പത്രക്കാരെ ഒക്കെ കാണുന്നുണ്ട്. ഷാഫി പറമ്പിൽ MP-യുടെ വാഹനം തടയണമെന്നോ അദ്ദേഹത്തെ തടയണമെന്നോ ഞങ്ങൾ എവിടെയും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഉയർന്നു വരുന്ന ഈ വിഷയങ്ങളിൽ, പാലക്കാട് MLA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷാഫിക്ക് വലിയ പങ്കുണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിൽ എന്നുള്ളത് ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. ജനങ്ങൾക്കിടയിൽ അതൊരു വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ബീഹാറിൽ പോയി പിന്നെ തിരിച്ചു വന്ന സമയത്ത്, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ഒരു വാക്കുകൊണ്ട് പോലും പാലക്കാട് MLA-യെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത MP-യാണ് വടകരയുടേത്. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ അത് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. ആ അസ്വസ്ഥതകൾ, ആ പ്രയാസങ്ങൾ പ്രതിഷേധ രൂപത്തിൽ ഉയരുക സ്വാഭാവികമാണ്. ഇന്ന് വടകരയിൽ കണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പ്രതിഷേധിക്കുന്നു, DYFI-ക്കാർ തന്നെയാണ് പ്രതിഷേധിക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിനോട് കാണിച്ചൊരു അസഹിഷ്ണുത ചെറുതാണോ? എന്തൊരു ഷോ ആണ് അവിടെ കാണിച്ചത്! വലിയ രീതിയിൽ പ്രകോപനപരമായിട്ട് ഇടപെട്ടത് ആരാ? ഒരു ജനപ്രതിനിധിയല്ലേ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ തൻ്റെ വസ്ത്രം പോലും ഞാൻ ഷാഫിക്കയെ കാണിച്ചിട്ടാണ് ധരിക്കാറ് എന്ന് ഒരു നിർണായക സമയത്ത് വെളിപ്പെടുത്തിയ MLA-യുടെ ഏറ്റവും അടുത്ത ആൾ, അദ്ദേഹത്തെ പാലക്കാട് MLA തള്ളിപ്പറയാത്ത ആൾ, അദ്ദേഹത്തെ വടകരയിലെ DYFI-ക്കാർ പ്രതിഷേധമറിയിച്ചു എന്നുള്ളത് സ്വാഭാവികം. പ്രതിഷേധങ്ങൾ നടന്നോട്ടെ, അതിനാർക്കാ പ്രയാസം? വണ്ടിയിൽ നിന്ന് അദ്ദേഹം കൊണ്ടു നടക്കുന്ന ആളുകൾ, കാറിലുള്ള ആളുകൾ, അതുപോലെ തന്നെ MP ഒക്കെ എന്തു ക്രൗരഭാവത്തോടു കൂടിയ ഇടപെട്ടതും സംസാരിച്ചതും പ്രകോപനം സൃഷ്ടിക്കുന്നതും ചെയ്തത്. ഒരു ക്രൂരമായ മുഖം നമ്മൾ കാണുകയല്ലേ. എന്തിനാ ഇങ്ങനെ അസ്വസ്ഥനാവുന്നത്? ഞങ്ങളെവിടെയും MP-യെ തടയാൻ തീരുമാനിച്ചിട്ടില്ല, തടയുകയുമില്ല. പക്ഷേ ഈ പറയുന്ന ഉയർന്നു വന്ന വിഷയങ്ങളിൽ പ്രതിഷേധങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് ഈ നാട് ആഗ്രഹിക്കുന്നതല്ലേ. അതിനെ അങ്ങനെ മിണ്ടാതെ അങ്ങ് മാറി നിൽക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ ഈ ഷാഫിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. കുതന്ത്രങ്ങളുടെ ഏറ്റവും വലിയ ഒരു നേതൃത്വമാണ് ഷാഫിയുടെ കീഴിലുള്ളത്, ഷാഫിയുടെ നേതൃത്വത്തിലുള്ളത്. ആ കുതന്ത്രങ്ങളിൽ ഞങ്ങളുടെ DYFI സഖാക്കൾ വീണുപോകരുത്, നല്ല ജാഗ്രത കാണിക്കണം. പല കുബുദ്ധികളും ഷാഫിയുടെ നേതൃത്വത്തിൽ ഈ സമയത്ത്, കാരണം അല്പം വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ്, പല കുബുദ്ധികളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പല കുതന്ത്രങ്ങളും ആലോചിച്ച് നടപ്പിലാക്കും. ആ കുതന്ത്രങ്ങളിൽ നിന്നൊന്നും, ആ കുതന്ത്രങ്ങളിലൊക്കെ പെട്ട് പോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഞങ്ങൾക്ക് വടകരക്കാരോട് പറയാനുണ്ട്. ഈ വിഷയത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ബോധപൂർവമായി ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചന നടക്കും. നല്ല ജാഗ്രത വേണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് തടഞ്ഞതും ഈ മോശം വാക്കുകൾ പ്രയോഗിച്ചതും ഒന്ന് അബദ്ധമായി പോയോ ഇവിടെ ഭാഗത്തുനിന്ന്? അവിടെ ഞാൻ അങ്ങനെ ഒരു മോശം പദപ്രയോഗം കേട്ടുണ്ട് എന്ന് മുദ്രാവാക്യം വിളിച്ചു. സ്വാഭാവികമായിട്ടും മുദ്രാവാക്യം വിളിച്ച് സൈഡിൽ നിൽക്കുന്നു. കാറിൽ നിന്ന് കുറേ പേര് ഇങ്ങോട്ട് തെറി വിളിക്കുന്നു. ഷാഫി പറമ്പിലും നിങ്ങൾ നോക്കൂ, ഒരു KPCC-യുടെ വർക്കിംഗ് പ്രസിഡൻ്റ് അല്ലേ, അതിൻ്റെ ഒരു മാന്യത കാണിക്കണ്ടേ? ഇറങ്ങി അങ്ങ് നിന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ തലയിട്ടൊക്കെ ഒരു എന്തോ ഒന്ന് പ്ലാൻ ചെയ്തതുപോലെയുള്ള ഒരു വല്ലാത്ത ഷോ അല്ലേ കാണിച്ചത്? അങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യം എന്താ? ഈ പ്രതിഷേധം, നിങ്ങൾ ഇവിടെ കേരളത്തിൽ എത്ര പ്രതിഷേധം, ഈ കോഴിക്കോട് തന്നെ റോട്ടിൽ അല്ല ഓക്കെ അല്ല, വീണ ജോർജ് പ്രതിഷേധം നേരിട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ആ വീഡിയോ ഒന്ന് കാണണം. ആ എത്ര സൗമ്യമായിട്ടാണ് ആളുകളോട് സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ MP എങ്ങനെയാണ് പെരുമാറിയത്? നിങ്ങൾ ആ ഒന്ന് വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കൂ. എത്ര ക്രൂരഭാവത്തോടു കൂടിയാണ് ഇടപെട്ടത്. ഈ വീണ ജോർജ് മന്ത്രിയെയും കേരളത്തിലെ എത്രയെത്ര മന്ത്രിമാരെയും ഏതൊക്കെ നേതാക്കന്മാരെയും ആരൊക്കെ കരിങ്കൊടി കാണിക്കാറുണ്ട്, പ്രതിഷേധിക്കാറുണ്ട്, അവർക്കെതിരൊക്കെ പ്രതികരണങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഇങ്ങനെ ഒരു പ്രതിഷേധത്തെ നേരിട്ടത് മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഇതിലിപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന ഒരു പ്രതിഷേധത്തെ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ച് വലിയ ഒരു അക്രമ സംഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആലോചനയാണ് MP നടത്തിയത്. ഞങ്ങൾ അതിൽ നല്ല ജാഗ്രത കാണിക്കും മേലിൽ എന്നുള്ളതാണ് പറയാനുള്ളത്.
അല്ല, സമരത്തെ അല്ല, ഞങ്ങൾ പ്രവർത്തനം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പിലും VD സതീശനും രാഹുൽ മാങ്കൂട്ടവും അടങ്ങുന്ന ഒരു ഗ്യാങ് തന്നെയാണ്, ഒരു ഗൂഢസംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണല്ലോ കേരളം വിശ്വസിക്കുന്നത്. അതിലൊരു തർക്കമില്ലല്ലോ. ഇവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഇവർക്കിടയിലുണ്ട്. ആർക്കെതിരെയും ഇപ്പോൾ പ്രതികരിച്ച ഉമാ തോമസിനെതിരെ എത്ര ക്രൂരമായ വേട്ടയാടലാണ് നടത്തിയത്? ഇവരുടെ എത്ര വനിതാ നേതാക്കന്മാർക്കെതിരെ വേട്ടയാടൽ നടത്തിയത്? ഇന്നും ഈ ആരോപണം ആദ്യം ഉന്നയിച്ച കോൺഗ്രസിനെ വിശ്വസിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞ ആ പെൺകുട്ടി ഇന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുകയല്ലേ? അങ്ങനെ വേട്ടയാടുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? പകൽ പോലെ വ്യക്തമല്ലേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന, സോഷ്യൽ മീഡിയയിൽ പുതിയ ഒരു സംസ്കാരം, അങ്ങനെ തന്നെ പറയാം, പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുത്ത ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും VD സതീശനും അടങ്ങുന്ന സംഘമല്ലേ? ആ സംഘത്തിന് പല ദുരുദ്ദേശവുമുണ്ട്. ആ ദുരുദ്ദേശത്തിൽ വീണു പോകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരുടെ കുതന്ത്രങ്ങളിൽ വീണു പോകരുത്. ഞങ്ങളെവിടെയും ഈ പറയുന്ന MP-യെ തടയാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ DYFI അറിയാത്തവരാണോ നിങ്ങൾ? ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണോ ആ ഒരു സമരത്തെ ഞങ്ങൾ കൊണ്ടുപോവുക? DYFI എത്രയെത്ര മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞ അനുഭവമുള്ള സംഘടനയാണ്. തടയാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണോ ഞങ്ങളൊരു പ്രതിഷേധം അവിടെ സ്വാഭാവികമായിട്ടും, അതും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞ് നടത്തി, അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ വടകരയിലെ DYFI സഖാക്കൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധത്തെ വലിയ രീതിയിൽ പ്രകോപനപരമായി MP നേരിട്ടു. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തുണ്ടാവും, ഒരു മുദ്രാവാക്യം വിളിയും ആക്രോശമൊക്കെ ഉണ്ടാവും. അതിലേറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ടത്, മാന്യത കാണിക്കേണ്ടത്, ഒരു മര്യാദ കാണിക്കേണ്ടത് ആരായിരുന്നു ആ പ്രതിഷേധത്തോട്? MP അല്ലേ? MP ഇറങ്ങി നിന്ന് കാണിച്ച ആ ഗോഷ്ഠികളൊക്കെ നോക്കൂ നിങ്ങൾ. എന്തൊരു ഷോ ആണ്! ഇങ്ങനെയുണ്ടോ? അപ്പോൾ അതിനെയാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. പ്രതിഷേധം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ നാടും നിങ്ങളും ഞങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നില്ലേ വലിയ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകണമെന്ന്? ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ വടകരയിൽ MP തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ ഒരു പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാകുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ ഉള്ളത്? അങ്ങനെയില്ല. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം, ഇങ്ങനെയുള്ള ഈ കുതന്ത്രങ്ങളിൽ നിന്ന് ഷാഫി പറമ്പിൽ MP പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് DYFIക്ക് പറയാനുള്ളത്.